ഹായ് ഹലോ ഓൾ. ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആഡം ആൻഡ് ഈവ് ബൈ യുവൽ നോവ ഹരാറിയാണ് നമ്മളിന്ന് നോക്കുന്നത്. യുവൽ നോവ ഹരാറി ഒരു വേഴ്സറ്റൈൽ ജീനിയസ്, ഒരു ഫിലോസഫറാണ്, ഒരു ഹിസ്റ്റോറിയനാണ്. ആൻഡ് അതുപോലെ തന്നെ ഹീബ്രു യൂണിവേഴ്സിറ്റി, ജെറുസലേമിലുള്ള ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വേൾഡ് ഹിസ്റ്ററിയിലാണ് സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിവൽ ഹിസ്റ്ററി ആൻഡ് മിലിറ്ററി ഹിസ്റ്ററിയിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് വർക്ക് എന്ന് പറയുന്നത് സേപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. അപ്പം ഈ ഒരു വർക്കിന് വേണ്ടി ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുമുണ്ട് ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് സേപ്പിയൻസ് എന്നുള്ള വർക്ക് നമ്മൾ ഈ ബുക്ക് എക്സിബിഷൻസിന് പോയാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആഡം ആൻഡ് ഈവ് എന്ന് പറയുന്നത് ഈ സേപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2014 അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയുടെ എവല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഫ്രം ഒരു ഇറ തൊട്ട് ഈ ഒരു മോഡേൺ ഇറ വരെയുള്ള ആ ഒരു എവല്യൂഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ റൈറ്റർ. അതായത് ഹിസ്റ്ററിയും എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സ്പീഷീസിൻ്റെ. അപ്പം ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് കൊടുത്തിരുന്ന, അതായത് വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ച് അദ്ദേഹം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് കൊടുത്ത സ്പീച്ചിൽ നിന്ന് അല്ലെങ്കിൽ ലെക്ചറിൽ നിന്ന് കമ്പൈൽ ചെയ്ത ബുക്കാണ്. 20 ലെക്ചേഴ്സ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ബുക്കിൻ്റെ 20 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷനാണ്. അതായത് വളരെ ചെറിയ കാര്യങ്ങൾ, എവല്യൂഷനെ കുറിച്ചുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അദ്ദേഹം ഈ ഒരു വർക്കിനകത്ത് കമ്പൈൽ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എസ്സേക്കകത്ത് നമ്മൾ കീ പോയിന്റ്സ് മാത്രമാണ് നോക്കുന്നത്. അതായത് എന്തൊക്കെയാണ് മാൻകൈൻഡിനെ ഷേപ്പ് ചെയ്തത്, എന്തൊക്കെയാണ് ഈ വേൾഡിനെ ഷേപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്, അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കൾച്ചർ ഫോം ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, സയൻറ്റിഫിക്കലി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന റെവല്യൂഷൻസ്, ആ ഒരു ഫീൽഡിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഒരു ഷേപ്പിൽ എത്തിയത്, ഇപ്പോൾ എങ്ങനെയാണ് ഇതൊരു മോൾഡഡ് ആയി തീർന്നത്. അപ്പോൾ ഈ എല്ലാ റെവല്യൂഷൻസ് എന്ന് പറയുന്നതും ഹോമോസാപ്പിയൻസിൻ്റെ ഡെവലപ്മെൻറ്റോട്, അതായത് ഹ്യൂമൻ ബീയിങ്സിന് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് വന്നോ ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം മണി, അഗ്രികൾച്ചർ, റിലിജിയൻ, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററി ഷേപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തത്. അപ്പോൾ ഈ ബുക്കിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ബുക്ക് റേസ് ചെയ്യുന്നുണ്ട്. അതായത് ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച്, എങ്ങനെയാണ് ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹ്യൂമൻ സ്പീഷീസ് എർത്തിനെ ഡോമിനേറ്റ് ചെയ്തത്, ആൻഡ് എങ്ങനെയാണ് നമ്മൾ സുപ്പീരിയർ ആയത് ബാക്കി എല്ലാ സ്പീഷീസിനെക്കാട്ടിലും, പിന്നെ നമ്മുടെ ഓരോ സ്റ്റെപ്പ് ഓഫ് എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും, നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ജേർണി ടു ദിസ് സോഫിസ്റ്റിക്കേറ്റഡ് ഇറ വരെയുള്ള ജേർണി എങ്ങനെയാണെന്നും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതി പോകുന്നത്. വളരെ ലൂസ്ഡ് ആയിട്ടുള്ള സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നേച്ചറിനെ കുറിച്ച്, നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ച്, നമ്മുടെ സൈക്കോളജിയെക്കുറിച്ചും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പിൻഗാമികളായിട്ടുള്ള ഹണ്ടർ ഗ്യാദറർ ആൻസസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പിൻഗാമികളെന്ന് പറയുമ്പോൾ അവർ ഹണ്ടേഴ്സ് ആയിരുന്നു, അവർ ഗ്യാദറേഴ്സ് ആയിരുന്നു. അവർ ഹണ്ട് ചെയ്ത് അതിൽ നിന്ന് അത് വെച്ചിട്ടായിരുന്നു, ഫുഡിൽ നിന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. സോ ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ് നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് സേപ്പിയൻസ്, അതായത് നമ്മുടെ ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ സ്പീഷീസ് എന്ന് പറയുന്നത് ഫുഡ് അതായത് ഫോറേജേഴ്സ് ആയിട്ടാണ് നമ്മൾ ജീവിച്ചത്. ഫോറേജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FORAGERS, ഫോറേജേഴ്സ് ഗ്ലോസറിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോറേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമൽ അല്ലെങ്കിൽ പേഴ്സൺ ദാറ്റ് സെർച്ചസ് വൈഡ്ലി ഫോർ ഫുഡ്, അതായത് ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊവിഷൻസിന് വേണ്ടി വൈഡായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമനെയാണ് നമ്മൾ ഫോറേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിനു വേണ്ടി, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യത്തിനു വേണ്ടി നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഓരോ കണ്ടുപിടുത്തങ്ങളാണെങ്കിലും നമ്മുടെ ലൈഫാണെന്നുണ്ടെങ്കിലും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഗ്യാദറേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഫുഡിന് വേണ്ടി നടക്കുന്ന, നമ്മൾ ബാക്കിയുള്ള പ്രൊവിഷൻസിന് വേണ്ടി സെർച്ച് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. ഹോമോസാപ്പിയൻസിനെ ബേസിക്കലി ഫോറേജേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് അതുപോലെ തന്നെ പാസ്റ്റ് 200 yearsൽ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന അതായത് ഹോമോസാപ്പിയൻസിൽ നിന്ന് നമ്മൾ അർബൻ ലേബറേഴ്സായിട്ട് മാറി, ഓഫീസ് വർക്കേഴ്സായിട്ട് മാറി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10,000 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ ഫാമേഴ്സും ഒക്കെ ആയിരുന്നു നമ്മൾ. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ അതിന് തൊട്ട് പുറകിലെന്ന് പറയുമ്പോൾ നമ്മൾ ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും ആയിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങി? ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ്, പിന്നെ അതുപോലെ ഫാമേഴ്സായിട്ട് മാറി, ഹേർഡേഴ്സായിട്ട് മാറി, അതായത് കാറ്റിൽസിനെയൊക്കെ ഗ്രേസ് ചെയ്ത് പിന്നീട് നമ്മളിപ്പോൾ എവിടെ ആയും നിൽക്കുവാണ്, അർബൻ ലേബറേഴ്സും ഓഫീസ് വർക്കേഴ്സും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ബ്രെഡ് ഏൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ വരെ നമ്മൾ എത്തി. അപ്പം എവല്യൂഷണറി സൈക്കോളജി എന്നുള്ളൊരു ഫീൽഡിനകത്ത് അവർ ആർഗ്യൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഹ്യൂമൻ ബീങ്സിൻ്റെ, അതെന്ന് പറയുന്നത് പ്രീ അഗ്രികൾച്ചറൽ ഇറ തൊട്ട് ഷേപ്പൻഡായി വന്നതാണ്. അല്ലെങ്കിൽ പ്രീ അഗ്രികൾച്ചറൽ ഇറയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഒരു രീതിയിൽ നമ്മളെ എത്തിച്ചേരാൻ. അത് എവല്യൂഷണറി സൈക്കോളജി എന്നുള്ള ഫീൽഡിൽ ആളുകൾ പഠിച്ചപ്പം അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും സ്കോളേഴ്സ് ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയോട് കൂടുതൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മൈൻഡാണ്. നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിലും നമ്മുടെ കോൺഫ്ലിക്റ്റുകളാണെങ്കിലും നമ്മുടെ സെക്ഷുവാലിറ്റി ആണെങ്കിൽ പോലും ഈ ഹണ്ടർ ഗ്യാദറർ മൈൻഡുമായിട്ട്, അല്ലെങ്കിൽ ആ ഹണ്ടർ ഗ്യാദറിങ് മൈൻഡ് ഉണ്ടല്ലോ, നമുക്ക് പിൻഗാമികളായിട്ടുള്ള ആളുകൾ, അവരുടെ ആ ഒരു മൈൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു DNA നമ്മുടെ മൈൻഡിൽ കിടപ്പുകൊണ്ട് ഇപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ സെക്ഷുവാലിറ്റി, നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന ഇതെല്ലാം ആ ഒരു മൈൻഡിൻ്റെ ഒരു സക്സഷൻ ആണെന്ന് നമുക്ക് പറയാം. നമ്മളിനി എത്ര മെഗാ സിറ്റീസ് ഉണ്ടാക്കിയാലും, എയ്റോപ്ലെയിൻസ് ഉണ്ടെങ്കിലും, ടെലിഫോൺസ് ഉണ്ടാക്കിയാലും, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയാലും, ഈ ഒരു കാര്യത്തിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഹണ്ടർ ഗ്യാദറർ മൈൻഡ് സെറ്റാണ് നമ്മുടെ. ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് മെറ്റീരിയൽ റിസോഴ്സസ് ഒക്കെ നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ജനറേഷന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ അതിപ്പം ഏലിനേറ്റഡും ഡിപ്രസ്ഡും പ്രഷേർഡും ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാവുന്നുണ്ട്, നമ്മൾ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണ്ടർ ഗ്യാദറർ വേൾഡിലോട്ട് വേണം നമ്മൾ കൂടുതൽ, അതായത് ഈ ഹണ്ടർ ഗ്യാദറർ ആയിട്ടുള്ള ആ മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ സ്പീഷീസാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹണ്ടർ ഗ്യാദറർ വേൾഡിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും ഡീപ്പായിട്ടും മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഹൈ കാലറി ഫുഡ് കഴിക്കുന്നത്? ഹൈ കാലറി ഫുഡ് എന്തിനാണ് കഴിക്കുന്നത്? നമ്മളത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അങ്ങനെ ഓയിലി ആയിട്ടുള്ളതും അങ്ങനത്തെ ഫുഡ് ഐറ്റത്തിനോട് ഭയങ്കര ആക്രാന്തമാണ് നമുക്കല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സൊസൈറ്റീസിലുള്ള ആളുകളാണെങ്കിൽ പോലും ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു പ്ലേഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലാണെങ്കിൽ പോലും ഒബിസിറ്റി, അതായത് വണ്ണം കൂടുതലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വണ്ണം കൂടുതൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പസിലായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മൾ സ്വീറ്റസ്റ്റും ഗ്രീസിയസ്റ്റും ഫുഡാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതായത് ഈ ഓയിലി ആയിട്ടുള്ള ഫുഡും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡുമാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് നമ്മുടെ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ഈ സാവന്ന പോലെ അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ ഏരിയസിലാണ് അവർ കൂടുതലും ഇൻഹാബിറ്റ് ചെയ്തിരുന്നത്, ഈ ഹണ്ടർ ഗ്യാദറേഴ്സ്. അവരെന്ന് പറയുന്നത് ഹൈ കാലറി സ്വീറ്റ്സ് ഒക്കെ ആ സമയത്ത് റെയർ ആയിരുന്നു അല്ലേ. കാരണം ഫുഡെന്ന് പറയുന്നത് ഷോർട്ട് സപ്ലൈ ആയിരുന്നു, ഹണ്ട് ചെയ്തിട്ട് വേണം അവർക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഒരു 30,000 വർഷം മുന്നേ ഉള്ളൊരു ഹണ്ടർ ഗ്യാദറർ ആകെ അവർക്ക് കിട്ടുന്ന ആക്സസ് സ്വീറ്റ് ആയിട്ടുള്ള, അതായത് സ്വീറ്റ് ഫുഡ് എന്നുള്ള ആക്സസ് എന്ന് പറയുന്നത് റൈപ്പ് ഫ്രൂട്ട്സ് മാത്രമാണ്. അതെങ്ങനെ അവർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീയുടെ ചോട്ടിൽ പോയി അവരത് മൊത്തം ഇരുന്നങ്ങ് തിന്ന് തീർക്കും, ഒറ്റ സ്പൂ. അതായത് അവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകത്തൊന്നുമില്ല, അവർ ആ ട്രീയുടെ ചോട്ടിൽ പോയിരുന്ന് അത് മൊത്തം അങ്ങ് കഴിക്കും ഒറ്റയടിക്ക്. അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റയടിക്ക് കഴിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹൈ കാലറി ഫുഡിനോട് നമ്മളെ ഇത്രയധികം അതായത് നമ്മൾ ഇത്രയധികം അഡിക്റ്റഡ് ആവാൻ കാരണം. അപ്പം നമ്മൾ വലിയ അപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിലും നമ്മൾ വലിയ ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ DNA ഇപ്പോഴും തിങ്ക് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് മാറിയെന്നുണ്ടെങ്കിലും നമ്മുടെ DNAs സെയിം ആണ്. നമ്മുടെ ആ അണ്ടർ ഗ്യാദറിൻ്റെ DNA തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതാണ് നമ്മൾ ഈ സ്വീറ്റ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ഓയിലി ഫുഡ് ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ആക്രാന്തം കാട്ടി കഴിക്കുന്നത്. അവർ ഒറ്റയടിക്ക് കഴിച്ചിരുന്നു ഈ സംഭവം. അതുപോലെ തന്നെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര മാറി നിന്നാലും നമുക്കത് അതിനോടൊരു അട്രാക്ഷൻ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐസ്ക്രീംസ് ആണെന്നുണ്ടെങ്കിലും ഫ്രീസറിലുള്ള ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഈ കൊക്കോളാസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ ഇത്ര അഡിക്ഷൻ അതുകൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ കാലറി ഫുഡ് ഇങ്ങനെ കഴിച്ച്, അതായത് ഭയങ്കരമായിട്ട് തിന്നുന്നതിനെയാണ് ഗോർജിങ് ജീൻ തിയറി എന്ന്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു തിയറിയാണ് നമ്മൾ ഗോർജിങ് ജീൻ തിയറി എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാലറി ഫുഡ് എടുത്ത് ഒറ്റയടിക്ക് കഴിക്കുന്നതിന്. സോ എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ സ്പീഷീസ് ഉണ്ടല്ലോ, അവർക്ക് ന്യൂക്ലിയർ ഫാമിലീസോ അല്ലെങ്കിൽ ഇന്നത്തെ കണക്കുള്ള മോണോഗമി ഒന്നും പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളൊന്നും അല്ലായിരുന്നു. മോണോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ, അതായത് ഇപ്പം 2 പേര് കല്യാണം കഴിക്കുക, അവർ ഔട്ട്സൈഡ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തോട്ട് പിന്നെ പോവാതിരിക്കുക, അവർ തന്നെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ടിൽ ഡെത്ത് വരെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ മോണോഗമി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔട്ട്സൈഡ്
സൈഡ് മാരേജിന്, അതായത് ഔട്ട്സൈഡ് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ വേറെ വിട്ടിട്ട്, അതായത് നമ്മുടെ പാർട്ട്ണറിനെ വിട്ടിട്ട് ഔട്ട്സൈഡ് സെക്ഷൽ റിലേഷൻസിനോ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻസിനോ ഒന്നും പോകാതെ നിൽക്കുക. അപ്പോൾ ഈ മോണോഗമി ഒന്നും അവർ പ്രാക്ടീസ് ചെയ്തിരുന്നില്ല പണ്ടത്തെ ആളുകൾ. അവരെന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ മോണോഗാമസ് റിലേഷൻഷിപ്സ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഫാദർഹുഡ്, അതായത് ഇപ്പം ഒരു കുട്ടി, അതായത് ഇപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് സെക്ഷൽ റിലേഷൻസിൽ അവർ ഏർപ്പെടും. അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പേരൻറ്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുമ്പോൾ ഇത്രയും ആണുങ്ങളുടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തന്നെ എന്താണ് ആ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ന ആളാണ് ഫിക്സ് ഫാദർ എന്നുള്ളതിൻ്റെ അവർക്ക് തന്നെ ഷുവർ അല്ലായിരുന്നു. അങ്ങനെ ഒരു ഷുവർട്ടി ആ സമയത്ത് അവർക്ക് ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ അതായത് ഇത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ മകളാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാവരെയും ഇവർ ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എല്ലാവരും അവരുടെ മക്കളാണ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കണക്കുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് ഒരിക്കലും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് ആനിമൽസിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ ചിമ്പാൻസിയുടെ ഇടയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഇങ്ങനത്തെ ഉള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രസൻറ്റ് ഡേ ഹ്യൂമൻ കൾച്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ചില ട്രൈബൽസിൻ്റെ ഇടയ്ക്കൊക്കെ, അതായത് ബാരി ഇന്ത്യൻസ് എന്നും പറഞ്ഞ് ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെ ഇതുപോലെ കളക്റ്റീവ് ഫാദർഹുഡാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ആളുകളുമായിട്ട് ഫിസിക്കൽ റിലേഷൻസിൽ ഏർപ്പെടുകയും പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്, ആണുങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട്. അതായത് ഇത് എൻ്റെ മോനാണെന്ന് അവർക്ക് ഒരിക്കലും ഷുവറായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതിനെയാണ് കളക്റ്റീവ് ഫാദർഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയുടെ ബിലീവിനനുസരിച്ച് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മാനിൽ നിന്ന് ജനിച്ചതായിരിക്കത്തില്ല. അപ്പോൾ ഒരുപാട് പേരുടെ അക്യുമുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് ആണുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞാണെന്നാണ് അവരുടെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് മദർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ സമയത്തെ ബിലീഫാണ് ഒരുപാട് ആണുങ്ങളുമായിട്ട് സെക്ഷൽ റിലേഷൻസിൽ ഏർപ്പെടുകയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ടുള്ള സമയത്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട്, അതായത് ഒരുപാട് പേരൻ്റൽ ക്വാളിറ്റീസ് അവർക്ക് നല്ല രീതിയിൽ ആ ചൈൽഡിനെ എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതായത് ഒരുപാട് ആളുകളുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ ഹണ്ടറിൽ നിന്ന്, അതായത് അച്ഛനെ നമുക്കൊരു ബെസ്റ്റ് ഹണ്ടറിൽ നിന്ന്, അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ ഒരു അച്ഛനായിരിക്കും, വാരിയർ ആയിട്ടുള്ളൊരു അച്ഛനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വളരെ കൺസിഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലവിങ് അല്ലെങ്കിൽ കെയറിങ് ആയിട്ടുള്ള അച്ഛനെ ആയിരിക്കും കുട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് പേര്, അതുകൊണ്ടാണ് ഈ അമ്മമാരീസ് ഒരുപാട് പേരുമായിട്ട് സെക്ഷൽ റിലേഷൻസിൽ ഏർപ്പെടുന്നത്. ഇന്ന ആളാണെന്ന് അച്ഛനെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ആണുങ്ങളും കൂടി, അതായത് അവർക്ക് തന്നെ പല ക്വാളിറ്റീസ് കാണുമല്ലോ അച്ഛന്മാർക്ക്, അപ്പം അവരെല്ലാം കൂടി ആയിരിക്കും ഒരു കുട്ടിയെ നോക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റീസ് ഈ കുട്ടിക്ക് ഇത്രയും ആളുകളിൽ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. പേരൻറ്ഹുഡ് അന്ന് അങ്ങനെയായിരുന്നു. ഇത് നമുക്ക് സില്ലി ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു മോഡേൺ സ്റ്റഡീസിനൊക്കെ മുന്നേ, അതായത് നമുക്ക് ഒരു എവിഡൻസ് ഒന്നും ഇല്ല. അതായത് ബേബീസ് എന്ന് പറയുന്നത്, ബേബീസിന് സിംഗിൾ ഫാദർ ആയിരുന്നു, അത് ഒരുപാട് പിന്നെ ഫാദർഹുഡ്, അതായത് കളക്റ്റീവ് ഫാദർഹുഡാണ് പ്രാക്ടീസ് ചെയ്തിരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കും അറിയത്തില്ല. പിന്നെ ഇതിനെയാണ് നമ്മൾ ഏൻഷ്യൻറ്റ് കമ്മ്യൂൺ തിയറി എന്ന് പറയുന്നത്. കമ്മ്യൂൺ തിയറി എന്ന് വെച്ചാൽ കളക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് കമ്മ്യൂൺ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച തിയറി എന്ന് പറയുന്നത് ഗോർജിങ് ജീൻ തിയറി ആയിരുന്നു, അതായത് ഒറ്റയടിക്ക് ഫുഡെല്ലാം കൂടെ അടിച്ച് കയറ്റുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻറ്റ് കമ്മ്യൂൺ തിയറി, അതായത് ഈ കളക്റ്റീവ് ഫാദർഹുഡിനെ. അപ്പോൾ അതായത് ഈ ഇൻഫിഡൽ ആയിട്ടുള്ള മാരേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാർട്ട്ണർ ആയിരിക്കത്തില്ല, വേറെ ഔട്ട്സൈഡ് റിലേഷൻസ് കാണും. അപ്പോൾ ഈ ഒരു തിയറി ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫിഡിലിറ്റീസ് അതെന്ന് പറയുന്നത് മോഡേൺ മാരേജസിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ മാരേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇത്രയും ഈ ഒരു ഫാക്ടറാണെന്നാണ് പറയുന്നത്. നമ്മുടെ DNA ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡിവോഴ്സ് റേറ്റ് കൂടുതലാകുന്നതും ഒക്കെ എന്നാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ചിൽഡ്രനും അഡൾട്ട്സും എല്ലാം സഫർ ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ബേസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുകയില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. യുവൽ നോവ ഹരാറി പറയുന്നത് അങ്ങനെയാണ്. അതായത് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലീസിലും അതുപോലെ തന്നെ സിംഗിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലർ ഇൻഫിഡലിറ്റിയിലോട്ട് തിരിയുന്നത്. അതായത് പണ്ടത്തെ നമ്മുടെ ആൻസസ്റ്റേഴ്സ് ചെയ്തതുപോലെ കളക്റ്റീവ് ഫാദർഹുഡിലോട്ട് അല്ലെങ്കിൽ കളക്റ്റീവ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മുടെ DNA ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും നമ്മൾ കുറച്ച് സൊസൈറ്റിയിൽ റൂൾസ് അനുസരിച്ച് നമ്മുടെ ഈ മോഡേൺ സൊസൈറ്റിയിലും കുറച്ച് പേർക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് ഈ ഡിവോഴ്സ് റേറ്റ് വരുന്നത്, അതുപോലെ തന്നെ ഇൻഫിഡലിറ്റീസ് ഒക്കെ വരുന്നത് മോഡേൺ മാരേജസിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ എത്ര സപ്രസ് ചെയ്ത് വെച്ചാലും ചില കാര്യങ്ങൾ
കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, അത് ഔട്ട്സൈഡ് അല്ലെങ്കിൽ വെളിയിൽ വരും എന്നാണ്, എക്സ്പോസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോണോഗമി റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കല്യാണം കഴിച്ച ആളുടെ കൂടെ തന്നെ ജീവിക്കുക, അല്ലാതെ ഔട്ട്സൈഡ് റിലേഷൻസ് വരാതെ ജീവിക്കുക, അതൊക്കെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ബയോളജിക്കലി നമ്മുടെ സോഫ്റ്റ്വെയർ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ജീൻസ് അല്ലെങ്കിൽ DNA വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സപ്രസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ചുറ്റും നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു. എന്താണോ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, അവർ അതിനനുസരിച്ച് അങ്ങ് പോത്തേ ഉള്ളൂ, അല്ലാതെ റൂൾസിനും റെഗുലേഷൻസിനും അനുസരിച്ചല്ലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് സ്കോളേഴ്സ് ഈ ഒരു തിയറി റിജക്റ്റ് ചെയ്യും. കാരണം ബോത്ത് മോണോഗമി എന്ന് പറയുന്നതും ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നതും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഒരു സെൻട്രൽ ആയിട്ടുള്ള എലിമെൻ്റ് ആണെന്നാണ് മോഡേൺ സ്കോളേഴ്സ്, ഇപ്പോഴത്തെ മോഡേൺ സ്കോളേഴ്സ് അല്ല, കുറേ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത്. അവർക്കൊരിക്കലും ഈ ഒരു തിയറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ മോണോഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ്, ആ മാരേജിലുള്ള ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് തന്നെയാണ് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ തന്നെ ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് ഇവർ പറയുന്നത്, കുറച്ച് സ്കോളേഴ്സ് പറയുന്നത്. ദോ ഏൻഷ്യൻ ഹണ്ടർ ഗ്യാദർ സൊസൈറ്റീസ് എന്ന് പറയുന്നത് അവർ കളക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും ചെയ്തിരുന്നുവെങ്കിലും, അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നുവെങ്കിലും, റിസർച്ചേഴ്സ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലും ഇതുപോലെ കപ്പിളിൻ്റെ ഇടയിൽ ജലസിയും അതുപോലെ തന്നെ കുട്ടികളുടെ ഓണർഷിപ്പിൻ്റെ പേരിൽ വഴക്കുമൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അതും കോമൺ ആയിട്ട് ഹാപ്പൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മോണോഗമസ് റിലേഷൻഷിപ്സ് ആണെങ്കിലും ന്യൂക്ലിയർ ഫാമിലീസ് എന്ന് പറയുന്നതാണെങ്കിലും നമ്മുടെ കൾച്ചറിൽ ആ ഒരു ഐഡിയ വരാൻ കാരണം അതാണെന്നാണ് പറയുന്നത്. അതായത് മെന്നിനും വിമനും അതുകൊണ്ടാണ് പൊസസീവ് ആവുന്നത്, അവരുടെ പാർട്ട്നേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ ചിൽഡ്രൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ മോഡേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള നോർത്ത് കൊറിയയിലും സിറിയയിലും ഒക്കെ പൊളിറ്റിക്കൽ അതോറിറ്റി ഇപ്പോഴും അച്ഛനിൽ നിന്ന് മകനിലോട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്, അല്ലാതെ മകളിലോട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇതിലോട്ടല്ല പോകുന്നത്. അപ്പോൾ പറയുന്നത് അവരുടെ ഉള്ളിലും ജലസയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇങ്ങനെ ഈ കളക്റ്റീവായിട്ടുള്ള ഫാദർഹുഡ് ആണെങ്കിലും കളക്റ്റീവ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തോട്ട് പോയെങ്കിലും ചില ആളുകളുടെ മൈൻഡിൽ എന്തായാലും ജലസി വരും, നമ്മുടെ പാർട്ട്ണറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിൽഡ്രൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇപ്പം നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ജലസിയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ജലസിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കുന്നതും ഈ ഔട്ട്സൈഡ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവാതെ നിൽക്കുന്നതെന്ന് പറയുന്നത് ആ ജലസിയിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് തെറ്റിദ്ധാരണകളെ കുറിച്ച് പറയുവാണ്. അതായത് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കളക്റ്റീവ് ഫാദർഹുഡിനെ കുറിച്ചാണെങ്കിലും കളക്റ്റീവ് പാർട്ട്നേഴ്സിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിലും ഒരുപാട് കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സെക്ഷുവാലിറ്റിയെ കുറിച്ചാണെങ്കിലും സൊസൈറ്റിയെ കുറിച്ചാണെങ്കിലും പൊളിറ്റിക്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് 70,000 വർഷങ്ങൾക്ക് മുന്നേയും അല്ലെങ്കിൽ 12,000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് അറിയേണ്ടതായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഫുൾ അൺസർട്ടനിറ്റീസ് ആണ്. ഇവരെക്കുറിച്ച് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഫോസിൽസിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസസിൽ നിന്നാണ് പഠിക്കുന്നത്. പക്ഷേ എല്ലാം ഇങ്ങനെ ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ പറയുവാണ് ഈ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന നമ്മുടെ ഈ ഏൻഷ്യൻ ഈ കളക്റ്റീവ് ഫാദർഹുഡിനെ കുറിച്ച് അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച്, അതിനെയാണ് നമ്മൾ കമ്മ്യൂൺ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മോണോഗമി ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ലൈറ്റായിട്ടുള്ള എവിഡൻസിൽ നിന്നാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരിങ്ങനായിരുന്നു എന്നും അവർക്ക് ഇത്രയധികം പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നുവെന്നും അവർക്ക് ഈ മോണോഗമിയൊന്നും അവർ ഫോളോ ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഒരു ലൈറ്റ് എവിഡൻസിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതിന് കറക്റ്റ് കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും ഇല്ല. സോ അത് മാത്രമല്ല, നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ച് റിട്ടൺ റെക്കോർഡ്സ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ബോൺസും അല്ലെങ്കിൽ ഈ സ്റ്റോൺ ടൂൾസും ഒക്കെയാണ്, അല്ലെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കുന്ന ടൂൾസ് ഒക്കെയാണ് നമുക്ക് ഇവരെക്കുറിച്ച് കിട്ടുന്ന ആകെയുള്ള എവിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ആർട്ടിഫിക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പെട്ടെന്ന് നശിച്ചു പോകാൻ പറ്റുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ബാമ്പു അല്ലെങ്കിൽ ലെതർ വെച്ചാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സർവൈവ് ചെയ്യുന്ന കാര്യം തന്നെ വളരെ കഷ്ടമാണ്. ഒരുപാട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒരു 10 വർഷം കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് എന്ത് ചെയ്യുമെന്ന് പെരിഷബിളായി പോവും. അപ്പം ഇവരെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു കോമൺ ഇംപ്രഷനാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പം നമ്മളെല്ലാം സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലെന്നാണ് പറയുന്നത്. അതൊരു മിസ്കൺസെപ്ഷൻ ആണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോൺ ഏജിനെ ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്ലി കോൾഡ് എസ് വുഡ് ഏജ് എന്നാണ് പറയുന്നത്. വുഡ് ഏജ് ബിക്കോസ് ടൂൾസ് എന്ന് പറയുന്ന മോസ്റ്റ് ഓഫ് ദ ടൂൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മെയ്ഡ് യൂസിങ് വുഡ്. സ്റ്റോൺ വെച്ചല്ലായിരുന്നു, വുഡ് വെച്ചായിരുന്നു അതായത് തടി കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പം അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ റൈറ്റർ പറയുന്നത്.
അപ്പോൾ എവിഡൻസിൻ്റെ ബേസിസിൽ വെച്ച് മാത്രം നമുക്ക് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ആയിട്ട് അവർ അങ്ങനായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എവിഡൻസ് തന്നെ എന്താണ്, ഇപ്പോൾ തടി കൊണ്ടും വുഡ് കൊണ്ടും ബാമ്പു കൊണ്ടും ലെതർ കൊണ്ടൊക്കെയുള്ള എവിഡൻസ് എന്ന് പറയുമ്പോൾ അതെന്തായാലും നശിച്ചു പോകും 10 വർഷം കഴിയുമ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണോ? അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ കുറിച്ചെന്നാണ് പറയുന്നത്. അവർ പറയുന്ന, നമ്മുടെ റൈറ്റർ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അതായത് പണ്ടത്തെ ആളുകളുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ റീകൺസ്ട്രക്റ്റ് ചെയ്ത് വരുമല്ലോ. അതായത് അവർ യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെ മാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ അവരിങ്ങനായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരങ്ങനായിരുന്നു, നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്ത് വരുമല്ലോ ഓരോ കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന എവിഡൻസിനെ വെച്ച് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ബിലീവ് ചെയ്ത് നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, അവരുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊരു കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ആണെന്നാണ് പറയുന്നത്. നമുക്കൊരിക്കലും പെട്ടെന്ന് തന്നെ നമുക്കൊരിക്കലും റിലയബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ മനുഷ്യരുണ്ടല്ലോ, അതായത് ഈ ഹോമോസാപ്പിയൻസ് ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ആളുകളും അവർ വന്നതിന് ശേഷമുള്ള അഗ്രികൾച്ചർ ഫോളോ ചെയ്തിരുന്ന ആളുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഉള്ള ഇൻഡസ്ട്രിയൽ ഡിസെൻഡൻസും ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഈ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലായിട്ട് ഫോളോ ചെയ്ത ആ പാഷനൊക്കെ ഫോളോ ചെയ്തിരുന്ന ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ സ്പീഷീസിന് അവരും ആദ്യത്തെ മനുഷ്യരുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ ആദ്യത്തെ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ മോഡസ്റ്റാണ്. അതായത് അവർക്ക് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അവർക്ക് ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിന് മുന്നേ ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അതായത് അവർക്ക് കൂടുതലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സ്റ്റോൺസോ ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് മോഡസ്റ്റ് ആണ്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ മറ്റ് ഹ്യൂമൻ സ്പീഷീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് കുറേ ടൂൾസ് കയ്യിലുണ്ട്. ഹണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ക്യാറ്റലിനെ ഗ്രേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് മെഷീൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും ടൂൾസും വെപ്പൺസും ഒന്നും ഇല്ലായിരുന്നു. എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെവറൽ മില്യൺ, അതായത് നമ്മളെക്കുറിച്ച് ഇപ്പോൾ ആരെങ്കിലും പഠിക്കാൻ വരുവാണെങ്കിൽ നമ്മളെക്കുറിച്ച് കിട്ടാനുള്ള എവിഡൻസസ് എന്ന് പറയുന്നത് സെവറൽ മില്യൺ ആയിട്ടുള്ള എവിഡൻസസ് ആയിരിക്കും നമ്മളെക്കുറിച്ച് കിട്ടുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാർസിൽ നിന്നായിരിക്കും. ഹൗസസ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന കണക്കുള്ള സ്നഗ്ഗി അല്ലെങ്കിൽ നാപ്പീസ് ഉണ്ട്, മിൽക്ക് ബോട്ടിൽസ് ഉണ്ട് നമ്മളെക്കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ. നമുക്കൊരു ആക്ടിവിറ്റി, ഒരു ബിലീഫ്, അതിന് വലിയ രീതിയിലുള്ള ആക്ടിവിറ്റിയും ബിലീഫും ഒരു ഇമോഷൻസും അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിൽ തന്നെ എന്താണ്, സ്പൂൺസ് ഉണ്ട് നമുക്ക്, നമ്മളെക്കുറിച്ച് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും എവിഡൻസസ് കിട്ടുന്നത്, സ്പൂൺസ്, ഗ്ലാസസ്, അതുപോലെ തന്നെ നമുക്ക് ലാബുകളുണ്ട് അല്ലേ, പിന്നെ നമുക്ക് ഷിപ്പുണ്ട്, പിന്നെന്താണ് നമ്മളിപ്പോൾ കളിക്കുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികൾ കളിക്കുന്ന ടോയ്സിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരു 100 മില്യൺ ടോയ്സ് തന്നെ ഉണ്ട് നമുക്ക്. അതായത് പ്ലാസ്റ്റിക് കാർഡുകൾ തൊട്ട് നമുക്കൊരു 1000 സീറ്റർ സ്റ്റേഡിയംസ് വരെ നമുക്കുണ്ട് കളി കാണാനുള്ള. നമ്മുടെ റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻസിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് റിങ്സ് ഉണ്ട്, ബെഡുണ്ട്, നല്ല നൈസ് ക്ലോത്ത്സ് ഉണ്ട് അല്ലേ, മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത്സ് ഉണ്ട്, ഫാഷനബിൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ട്, എയർപോർട്ട്സ് ഉണ്ട്, നമുക്ക് വെഡ്ഡിങ് ഹാൾസ് വരെ ഉണ്ട്, അതുപോലെ തന്നെ കാറ്ററിംഗ് കമ്പനീസ് വരെ ഉണ്ട്. റിലിജനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ അതും ഒരു 100 കണക്കിന് റിലിജൻസ് ഉണ്ട്, ചേർച്ചസ് ഉണ്ട്, മോസ്ക് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട് അല്ലേ, പിന്നെന്താണ് പ്രീസ്റ്റുകളുണ്ട്, ക്യാൻഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാട്, ഒരു 100,000 കാര്യങ്ങൾ തന്നെ എവിഡൻസ് ആയിട്ട് കിട്ടും. പക്ഷേ നമുക്ക് ചുറ്റും മുന്നേ വന്ന ഏറ്റവും ആദ്യത്തെ മനുഷ്യനെക്കുറിച്ച് പഠിക്കാൻ ഒരു കാര്യങ്ങളും കിട്ടാനില്ല. കാരണം അവർക്ക് ഈ ടൂൾസ് ഒന്നും അവരുടെ കയ്യിൽ അധികം ഇല്ലായിരുന്നു. സോ അവർ മോഡസ്റ്റ് ലൈഫായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ വീട്ടിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു വീട്ടിലോട്ട് മാറുവാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ക്യാരി ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ കുറേ പൈസയും ചിലവാക്കേണ്ടി വരും. പക്ഷേ നമുക്ക് മുന്നേ ഉള്ള ഈ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സ്പീഷീസ് എങ്ങനെയായിരുന്നു, അവർ എല്ലാ മാസവും അവർ ഓരോ പുതിയ സ്ഥലത്തോട്ടാണ് മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഓരോ വീക്ക് ചിലപ്പോൾ മാറിയെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ അവർ വേറെ സ്ഥലത്തോട്ട് മാറിയെന്നിരിക്കും. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവർക്ക് ഈ ഈ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് മാറാൻ വേണ്ടിയുള്ള കമ്പനീസോ അല്ലെങ്കിൽ ട്രക്കോ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബേർഡൻ ഒന്നും ഇവർക്ക് ഇല്ലായിരുന്നു. അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടേ അവർ നീങ്ങത്തുള്ളൂ. അത് വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് അവരുടെ. പിന്നെ
ആർക്കിയോളജിസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 10,000 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെക്കുറിച്ചൊക്കെ എന്തൊക്കെയായിരിക്കും അറിയുന്നത്, നമ്മുടെ പ്രാക്ടീസസിനെ കുറിച്ച്, നമ്മുടെ ബിലീവ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇപ്പം ഒരു മുസ്ലിംസിൻ്റെ ലൈഫിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തകർന്നടിഞ്ഞ മോസ്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള എല്ലാ ബിലീവ്സും പ്രാക്ടീസസും ഒക്കെ കിട്ടും അല്ലേ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏൻഷ്യൻ ഹണ്ടർ ഗ്യാദറേഴ്സിനെ കുറിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ 21st സെഞ്ച്വറിയിലെ അതുപോലെ തന്നെ 21st സെഞ്ച്വറിയിലെ ടീനേജേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു 10,000-100,000 വർഷം കഴിഞ്ഞിട്ട് ഒരു ആർക്കിയോളജിസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ പേഴ്സണൽ മെയിലും അതെല്ലാം നശിച്ച് കാണും. നമ്മളെക്കുറിച്ചുള്ളൊരു റെക്കോർഡും കാണത്തില്ല. ഫോൺ കോൺവെർസേഷനും ഇമെയിലും ബ്ലോഗും ടെക്സ്റ്റ് മെസ്സേജസും ഒന്നും കാണത്തില്ല അല്ലേ. അതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് പെരിഷബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ടീനേജേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും തന്നെ ഒരു റെക്കോർഡ് കിട്ടത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ആർട്ടിഫാക്ട്സിനെ മാത്രം, അതായത് നമുക്ക് കിട്ടുന്ന ഈ എവിഡൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബയാസ്ഡ് ആയി പോകുമെന്നാണ് പറയുന്നത്. അതായത് അതിനകത്ത് കുറച്ച് ഇറഗുലാരിറ്റീസ് ഒക്കെ ഹാപ്പൻ ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇവർ പിന്നെ പറയുന്നൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റീസ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയാണ്. അതായത് ഇവരെ ഡയറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതായത് ഇവരെ നല്ല രീതിയിൽ നമുക്ക് ആന്ത്രോപോളജിക്കൽ ഒബ്സർവേഷൻ വഴി പഠിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആന്ത്രോപോളജിക്കൽ ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ഇവരെ വാച്ച് ചെയ്ത് ഇവർ പറയുന്ന ഇവരുടെ പെരുമാറ്റം ഇതെല്ലാം കണ്ട് ലിസൺ ചെയ്ത് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇവരെങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ റിലേഷൻസ് എന്താണ്, അവരുടെ ഒറിജിൻ എന്താണ്, അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത് പക്ഷേ കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഈ മോഡേൺ സൊസൈറ്റിയെയും, അല്ലാതെ ഇപ്പോൾ ഇവർ പറയുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മോഡേൺ സൊസൈറ്റീസിലുള്ള ആളുകൾ എങ്ങനെയാണോ ഇപ്പോൾ പെരുമാറുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഏൻഷ്യൻ സൊസൈറ്റിയിലുള്ള ആളുകളെ പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ പഠിക്കണം എന്ന്. പക്ഷെ അത് വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് കെയർഫുൾ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡേൺ, അതായത് ഏത് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും, അതായത് ഏൻഷ്യൻ്റ് ആണെങ്കിലും മോഡേൺ ആണെന്നുണ്ടെങ്കിലും അവരെന്ന് പറയുന്നത് എന്താണ്, അവരിപ്പോൾ ഈ മോഡേൺ ഇറയിലോട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നെയ്ബറിങ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസുമായിട്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇപ്പം നമ്മൾ തന്നെ വെസ്റ്റിൻ്റെ ആ ഒരു കൾച്ചറിൽ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 90% ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെയ്ബറിങ് ഏരിയാസുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതൽ ഒരുപാട് വരും. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ കണക്ക് നമുക്ക് ഇപ്പം ഹൽദി സെറമണിയൊക്കെ നമ്മുടെ വെഡ്ഡിങ്സിൻ്റെ തലേന്നൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും അങ്ങോട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ, അടുത്ത് കിടക്കുന്ന ഏരിയാസ് അല്ലെങ്കിൽ ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് സൊസൈറ്റി എടുത്ത് നോക്കിയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ നെയ്ബറിങ് ആയിട്ടുള്ള സൊസൈറ്റിയെ പഠിച്ചാൽ നമ്മളെക്കുറിച്ചുള്ള അറിവ് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതും റിസ്കി ആണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നടന്നൊരു കാര്യവും 10,000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യം കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് 10,000 വർഷങ്ങൾക്ക് മുന്നേ അവരിങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. സോ അതും റിസ്കി ആണെന്നാണ് പറയുന്നത്. സെക്കൻഡായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡേൺ സൊസൈറ്റീസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ തരണം ചെയ്ത് ഈ എന്താ പറയുക, നമുക്ക് ഒട്ടും യോഗ്യമല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ജീവിച്ച് അഗ്രികൾച്ചറൽ ലാൻഡൊന്നും അല്ലാതെ കിടക്കുന്ന ലാൻഡിനെയൊക്കെ അഗ്രികൾച്ചറൽ ലാൻഡാക്കി കഷ്ടപ്പെട്ട് മാറ്റിയൊക്കെയാണ് ഇവർ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മളെ പോലുള്ളവരൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. അപ്പോൾ സൊസൈറ്റീസ് എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ചെയ്ത് അത്രയധികം ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ജീവിച്ചു വന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഡെസേർട്ടിലൊക്കെ താമസിക്കുന്നവർ, അപ്പം അവരെയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ ഡെസേർട്ടിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസും ഒക്കെ വേറെ ആയിരിക്കും. അവരുടെ ആ ഫാമിംഗ് ആണെങ്കിൽ അവരുടെ അഗ്രികൾച്ചർ കണ്ടീഷൻസ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പം നമുക്ക് അവരെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രീൻ ഏരിയാസിൽ താമസിക്കുന്നവരെ നോക്കി പഠിക്കാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് നമ്മളെ പോയിന്റ് എന്താണ്, നെയ്ബേഴ്സിനെ നോക്കി നമുക്ക്, അതായത് ഇവരുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ഏരിയാസിനെ നോക്കി നമുക്ക് അവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് മറ്റേ സെക്ഷനെ പഠിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ റിസ്കി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡെസേർട്ട് റീജിയനിൽ താമസിക്കുന്ന ആൾ, അപ്പം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഫെർട്ടൈൽ ഏരിയാസിൽ താമസിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ അതാണ് സെക്കൻഡ്ലി ഇവർ പറഞ്ഞു പോകുന്നത്. അതായത് നല്ല ഡെസേർട്ടിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉള്ള ആളുകളെ നമുക്ക് അവരെക്കുറിച്ച് നമ്മൾ അടുത്ത് കിടക്കുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ റിവർ വാലീസിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് കണ്ടീഷൻസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കുകയില്ല. അത് വളരെ മിസ്ലീഡിംഗ് ആയിട്ട് മാറും, തെറ്റായിരിക്കും എന്തായാലും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പോപ്പുലർ ഡെൻസിറ്റി എന്ന് പറയുന്ന കലഹാരി ഡെസേർട്ടിലൊക്കെ വളരെ ലോ ആണ്. ഈ ഡെസേർട്ട് ഏരിയാസിലൊക്കെ അവർ കലഹാരി ഡെസേർട്ടിന്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. ഡെസേർട്ട് ഏരിയാസിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. പക്ഷേ റിവർ വാലീസ്, അതായത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതും എന്താണ് പ്രശ്നമാണെന്നാണ് പറയുന്നത്. സോ അങ്ങനെയും ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഡെസേർട്ട് ഏരിയാസിലെ ആളുകൾ ജീവിക്കുന്ന പോലെ അല്ലല്ലോ ഈ ഫെർട്ടൈൽ, അതായത് അടുത്ത റിവേഴ്സും ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അഗ്രികൾച്ചർ നല്ല രീതിയിൽ പരിപോഷിച്ചായിരിക്കും കിടക്കുന്നത്. അവരുടെ ഫാമിംഗ് സ്റ്റൈലൊക്കെ വേറെ ആയിരിക്കും. ഒരുപാട് ടൂൾസ് കാണും അവർക്ക്. അവരുടെ ലിവിങ് കണ്ടീഷൻസേ വേറെ ആയിരിക്കും. അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ വെച്ചിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് നോട്ടബിൾ ക്യാരക്ടർ ഈ ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റീസിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഇവരുടെ ഇടയിൽ തന്നെ ഡിഫറൻസ് കാണും. അപ്പം ചിലപ്പോൾ പിന്നെന്താണ് അതായത് വേൾഡിലെ ഒരു ഭാഗത്ത് നിൽക്കുന്നവരും അവരെല്ലാം ഹണ്ടർ ഗ്യാദറേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ ലിവിങ് കണ്ടീഷൻസ് എല്ലാം സെയിം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം ലോകത്തിൻ്റെ ഒരറ്റത്ത് ജീവിക്കുന്ന ഹണ്ടർ ഗ്യാദറും സെയിം റീജിയനിലോ അതായത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഹണ്ടർ ഗ്യാദറും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു ഒരു ഗുഡ് എക്സാമ്പിൾ ഇവരിവിടെ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് യൂറോപ്യൻ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയയിലുള്ള ട്രൈബൽ ഗ്രൂപ്പിൻ്റെ അവരെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരിൽ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് കോൺക്വസ്റ്റിന് മുന്നേ ഒരുപാട് ഹണ്ടർ ഗ്യാദറേഴ്സ് അവിടെ താമസിച്ചിരുന്നു കോണ്ടിനെൻസിൽ തന്നെ. അവരുടെ ഇടയിൽ ഒരു 200-600 ട്രൈബ്സ് തന്നെ ഉണ്ടായിരുന്നു. ആ ട്രൈബ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു 7ഓളം ബാൻഡുകൾ അല്ലെങ്കിൽ 7ഓളം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഹണ്ടർ ഗ്യാദറേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും ഒരുപോലെ പഠിക്കാൻ സാധിക്കില്ല. ഇവരുടെ ഇടയിൽ തന്നെ വ്യത്യാസങ്ങളും ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പുകൾ, അതിൻ്റെ ട്രൈബൽ ഗ്രൂപ്പുകളിൽ തന്നെ 7 തരം അല്ലെങ്കിൽ 7 തരത്തിലുള്ള കുറേ ഗ്രൂപ്പുകൾ കാണുമെന്നാണ് പറയുന്നത്. ഓരോ ട്രൈബിനും അതിൻ്റേതായിട്ടുള്ള ലാംഗ്വേജും റിലിജനും നോംസും കസ്റ്റംസും കാണാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പഠിക്കാനും നമുക്ക് പറ്റില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സദേൺ ഓസ്ട്രേലിയയിലുള്ള ചില ഏരിയാസിൽ ഈ പേട്രിലീനിയൽ, അതായത് അച്ഛൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ അച്ഛൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്ലാൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ സൈഡിലുള്ളവർക്ക് മാത്രം ഈ ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നത്. ഈ ക്ലാൻസ് എല്ലാം കൂടെ ബോണ്ട് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ട് അവരൊരു ഗ്രൂപ്പിലായിട്ടായിരിക്കും താമസിക്കുന്നത്, അവരൊരു ഗ്രൂപ്പായിട്ടായിരിക്കും താമസിക്കുന്നത്. പക്ഷേ നോർത്തേൺ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണൽ ആൻസസ്ട്രിക്ക്, അതായത് അമ്മയുടെ സൈഡിൽ അല്ലെങ്കിൽ അമ്മയുടെ ഫാമിലിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു ട്രൈബൽ ഐഡൻറ്റിറ്റിയുടെ ഒരു ആളുടെ ട്രൈബൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ അയാളുടെ എന്താ പറയുക, കയ്യിലുള്ള ഈ കാര്യങ്ങൾ കാണുമല്ലോ, അതായത് ഈ ഒരു ക്വാളിറ്റി കാണുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ട്രൈബിന് മാത്രം പ്രത്യേകതയുള്ള എന്തെങ്കിലും ക്വാളിറ്റീസ് കാണുമല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിലുള്ള കാണപ്പെടുന്ന ട്രൈബ്സിന് തന്നെ നോർത്തേൺ ഓസ്ട്രേലിയയിൽ അമ്മയുടെ സൈഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ സദേൺ ഓസ്ട്രേലിയയിൽ അച്ഛൻ്റെ സൈഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് സ്റ്റഡി ദം കെയർഫുള്ളി എന്നാണ് പറയുന്നത്. അതായത് ഇന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ അവരെ പഠിക്കാൻ. അല്ലാതെ ഇവരെല്ലാം ഒരു ഹണ്ടർ ഗ്യാദറർ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. കാരണം ഇവർ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കസ്റ്റംസും റിച്വൽസും ഒക്കെയാണ് ഇവർക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എത്തിനിക്കലി നമ്മൾ നോക്കിയാലും ഈ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഹണ്ട് ചെയ്ത് ഗ്യാദർ ചെയ്ത് ജീവിച്ചിരുന്ന ഹ്യൂമൻ സ്പീഷീസ്. അവരെ നമ്മൾ എത്തിനിക്കലി നോക്കിയാലും കൾച്ചറലി നോക്കിയാലും അവർ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട് അവർക്ക്. അതായത് 5 മില്യൺ to 8 മില്യൺ ഹണ്ടർ ഗ്യാദറേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള ലാംഗ്വേജ് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും ബാക്കി എല്ലാ അതായത് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കോഗ്നിറ്റീവ് റെവല്യൂഷൻ വന്നതോട് ശേഷം, കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഒരുപാട് മാറിയല്ലോ. അപ്പോൾ ഇൻ്റലക്ച്വലായിട്ടും നമ്മുടെ ബ്രെയിനിൻ്റെ വികാസത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും തിങ്കിങ്ങിൻ്റെ കേപ്പബിലിറ്റി എടുക്കാനും തിങ്കിങ് എബിലിറ്റി എടുത്ത് നോക്കിയാലും ഒരുപാട് റെവല്യൂഷൻ, അതായത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം പറയുവാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു ഫിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ
നമ്മുടെ നോവൽസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരേ ഏരിയയിൽ ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫിക്ഷണൽ വേൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റിംഗ് വേൾഡ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളെക്കുറിച്ച് എഴുതാം, അവരുടെ മേക്കപ്പ് സ്റ്റൈലിനെ കുറിച്ച് എഴുതാം, അവരുടെ റിയാലിറ്റിയെക്കുറിച്ചൊക്കെ എഴുതാം നമുക്ക്. അത് ഇവിടെ നമ്മൾ ചിലപ്പം അവിടെ വിസിറ്റ് ചെയ്യേണ്ടി പോലും വരത്തില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമാജിനേഷൻ എഴുതാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ വന്നതിന് ശേഷമാണെന്നാണ് റൈറ്റർ പറയുന്നത്. അത് ഒരുപാട് നമ്മളെ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പം കേരളത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് നമ്മുടെ എക്കോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ്. പക്ഷേ നമ്മുടെ മൈൻഡ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിനെ നമുക്ക് സ്നോയി ഏരിയ ആയിട്ട് നമുക്ക് നമ്മുടെ നോവൽസിനകത്തൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫിക്ഷണലൈസ് ചെയ്ത് പറയാൻ പോലുള്ള കേപ്പബിലിറ്റി നമുക്ക് വന്നത് നമ്മുടെ ബുദ്ധി വികസിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ് കേപ്പബിലിറ്റി വികസിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്ന റൈറ്റർ. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഏരിയയിൽ പണ്ട് 30,000 വർഷങ്ങൾക്ക് മുന്നേ ഈ ഹണ്ടർ ഗ്യാദർ സൊസൈറ്റി എങ്ങാനോ ആയിരിക്കും താമസിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം അവരിപ്പോൾ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ സ്പീക്ക് ചെയ്യുന്നു, അങ്ങനെ വലിയ ബുദ്ധിജീവികളൊക്കെ പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് 30,000 വർഷം മുന്നേ അവിടെ ഉണ്ടായിരുന്ന അതേ സ്പോട്ടിൽ താമസിച്ചിരുന്നവർ വേറെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആയിരുന്നു, അവർക്ക് വേറെ ലിവിങ് കണ്ടീഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ 30,000 വർഷങ്ങൾക്ക് മുന്നേ വേറെ ലാംഗ്വേജസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ആളുകളാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ വേറെ ലൈഫ് സ്റ്റൈലായിരുന്നു. അത് പിന്നെ വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓക്സ്ഫോർഡിൽ താമസിക്കുന്നവർ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, കേംബ്രിഡ്ജിൽ താമസിക്കുന്നവർ ചിലപ്പോൾ ഭയങ്കര റിബലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അക്രമ സ്വഭാവമുള്ള ആളുകളായിരിക്കാം താമസിച്ചിരുന്നത്. പിന്നെ കേംബ്രിഡ്ജിൽ താമസിച്ചിരുന്ന ആ ഒരു സ്പോട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ വളരെ കളക്റ്റീവായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പണ്ട് 30,000 വർഷം മുന്നേ താമസിച്ചിരുന്നത് ന്യൂക്ലിയർ ഫാമിലീസ് ആയിരിക്കാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ ഈ വുഡൻ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ആളുകളായിരിക്കാം. അവർ ആ വുഡൻ സ്റ്റാച്യൂസിനെ ആയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ഗാർഡിയൻ സ്പിരിറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഈ ഓക്സ്ഫോർഡിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡാൻസിലൂടെ ആയിരിക്കും ചിലർ ഗോഡ്സിനെ വേർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പിലുള്ള ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിസ്റ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് വെച്ചിട്ട് പണ്ടത്തെ, അതായത് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, അതായത് മോഡേൺ സൊസൈറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ഏൻഷ്യൻ സൊസൈറ്റിയിലുള്ള ആളുകൾ എങ്ങനെ പെരുമാറിയിരുന്നതെന്ന് പഠിക്കാൻ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അതിനൊരു എക്സാമ്പിളാണ് ഇത്. ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും 30,000 വർഷങ്ങൾക്ക് മുന്നേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ആ സ്പോട്ടിൽ താമസിച്ചിരുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലും ലാംഗ്വേജസും ഒക്കെ അല്ല. അത് വളരെ റിസ്ക്കിയാണെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ റീസൺസ് ആണ് അദ്ദേഹം ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ വുഡൻ സ്റ്റാച്യൂനെ ആയിരിക്കും വർഷിപ്പ് ചെയ്തിരുന്നത്, ചിലരെന്ന് പറയുന്നത് എന്താണ്, ഈ ഡാൻസിലൂടെ ആയിരിക്കും വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളെന്ന് പറയുന്നത് റീഇൻകാർണേഷനിൽ അല്ലെങ്കിൽ റീബർത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. ചില ഗ്രൂപ്പ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, അത് നോൺസെൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരും ഉണ്ട്. ചില സൊസൈറ്റിയിൽ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സിനെ അക്സെപ്റ്റ് ചെയ്യും, ചിലതിൽ അത് വളരെയധികം സ്റ്റിഗ്മാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ടാബു ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ അതർ വേർഡ്സിൽ എന്താ ഇവർ പറയുന്നത്, നമ്മുടെ റൈറ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ ഫോറേജേഴ്സിന് നമുക്ക് കുറച്ചൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് കുറച്ചൊക്കെ നമുക്ക് ഏൻഷ്യൻ്റ് ആളുകളുമായിട്ടുള്ള കുറച്ച് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ കാണും. പിന്നെ പക്ഷെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വളരെയധികം ഡിഫറൻസസ് ആണ് ഉള്ളത് നമ്മുടെ ഇടയിൽ. കുറേയൊക്കെ നമ്മൾ നമ്മുടെ വ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് അതായത് നമ്മൾ ഏൻഷ്യൻസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും കുറേയൊക്കെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഒക്കെ ഹിഡൻ ആയി കിടക്കുമായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, ബ്രോഡറായിട്ട് വരുന്നതേ ഉള്ളൂ ആ പോസിബിലിറ്റീസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്, അതായത് ഹോമോസാപ്പിയൻസിനെ കുറിച്ചുമൊക്കെ. പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പോയിന്റ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് പറയുവാണ്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ, അതായത് ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു റെവല്യൂഷന് ശേഷം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഹ്യൂമൻ സേപ്പിയൻസിന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് എന്താണ് സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരൊറ്റ നാച്ചുറൽ വേ ഓഫ് ലൈഫേ ഉള്ളെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതായത് കാരണം ബുദ്ധിപരമായിട്ട് നമ്മൾ വികസിച്ച് വന്നത് എപ്പോൾ തൊട്ടാണോ ആ സമയം തൊട്ട് നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ 2000s ആദ്യം മൊബൈൽ ഫോൺസ് കുഞ്ഞായിരുന്നു, പക്ഷേ 2024 ആയപ്പോഴത്തേക്ക് വെറും 20 വർഷം കൊണ്ട് തന്നെ മൊബൈൽ ഫോൺസ് ടച്ചായി മാറി അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ തന്നെ ഹാപ്പൻ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല അതായത് പണ്ട് ഇങ്ങനെ ആയിരുന്നു, അതായത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്
ഇങ്ങനെയാണ് ജീവിച്ചത്, അവർ ഇത്ര വർഷം വരെ ഇങ്ങനെ ജീവിക്കത്തോളെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കോഗ്നിറ്റീവ് റെവല്യൂഷന് ശേഷം, അതായത് തിങ്കിങ് കേപ്പബിലിറ്റി ഒക്കെ കൂടിയതിന് ശേഷം നമുക്ക് പറയാൻ സാധിക്കില്ല ഇവർ ഇങ്ങനെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഇവർ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് കൾച്ചറൽ ചോയ്സസും ഒരുപാട് പോസിബിലിറ്റീസും ഇവരുടെ ഇടയിൽ തന്നെ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് അതിനു വേണ്ടിയുള്ള എവിഡൻസസ് ഒക്കെ ഇപ്പോഴും ഹിഡൻ ആയി കിടക്കുകയാണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ് എങ്ങനെയാണ് സർവൈവ് ചെയ്തിരുന്നത്, എന്തൊക്കെ റെവല്യൂഷണറി ചേഞ്ചസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗോർജിങ് ജീൻ തിയറി എന്താണെന്നൊക്കെ ആയിരിക്കും വരുന്ന ക്വസ്റ്റ്യൻസ്. കളക്റ്റീവ് ഫാദർഹുഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.